ഹോസ്പിറ്റാലിറ്റി ബോക്സുകൾ തുറക്കില്ല എന്ന് ടീം ഉടമകൾ അറിയിച്ചു. ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട നഗരസഭയും ടീം ഉടമകളും തമ്മിൽ തർക്കം രൂക്ഷമായതിനെ തുടർന്നാണ് നടപടി. കോംപ്ലിമെന്ററി ടിക്കറ്റുകൾ സംബന്ധിച്ച തർക്കമാണ് വീണ്ടും വിവാദമായിരിക്കുന്നത്. 15,000 രൂപയുടെ ഹോസ്പിറ്റാലിറ്റി സെക്ടറിൽ 49 രൂപയുടെ ടിക്കറ്റുകൾ തിരികെ കയറ്റി നികുതി വെട്ടിക്കാൻ ശ്രമിച്ചുവെന്ന് മേയർ ടോണി ചമ്മണി ആരോപിച്ചു. ഇത്തരത്തിൽ 242 ടിക്കറ്റുകളാണ് കണ്ടെത്തിയതെന്നും മേയർ പറഞ്ഞു. തുടർന്ന് നഗരസഭ ഫിനാൻസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്റ്റേഡിയത്തിൽ പരിശോധനയും നടത്തി. ബൾക്ക് ടിക്കറ്റിനിടയിലാണ് ഈ 49 ഇനം ടിക്കറ്റ് 242 പലയിടത്തായി കയറ്റിവിട്ടത്. അതൊരു നേരായ മാർഗമായിട്ട് തോന്നിയില്ല. ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഇവരെ വിളിച്ചപ്പോഴാണ് അത് ഈ മത്സരത്തിന് 49 ഒരു ടിക്കറ്റ് ഉണ്ട്. ഏത് സെക്ടറാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ 15,000 രൂപ കൊടുത്ത സെക്ടറാണ്. അത് ഞങ്ങൾ നിയമോപദേശം നേടും. അതേസമയം കോംപ്ലിമെന്ററി ടിക്കറ്റുകൾക്കും നികുതി അടയ്ക്കേണ്ടതിനാൽ ഹോസ്പിറ്റാലിറ്റി സെക്ടറിന്റെ ഒരു ഭാഗം പ്രത്യേകം തിരിച്ച് മറ്റ് സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ തുച്ഛമായ നിരക്കിൽ നീക്കിവെക്കുകയായിരുന്നുവെന്ന് ടീം ഉടമകൾ പറഞ്ഞു. ഇത് ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ടീമിനുണ്ട്. ആദ്യ മാച്ചിൽ നഗരസഭയ്ക്ക് നൽകിയ കോംപ്ലിമെന്ററി പാസിന്റെ നികുതിയായി മാത്രം 2 ലക്ഷം രൂപ ടീമിന് കെട്ടിവെക്കേണ്ടി വന്നുവെന്നും വിവേക് വേണുഗോപാൽ ആരോപിച്ചു. ആ സെക്ടറിൽ വേറൊരു പ്രൈസിംഗ് ഇല്ല. ഇപ്പൊ ഒരേ സെക്ടറിൽ മുമ്പിലത്തെ ഒരു സീറ്റിന് 10,000, പിന്നെ സൈഡിലുള്ള സീറ്റ് 49, അങ്ങനെ പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ശരിയാണ്. പക്ഷെ മേയറോ കോർപ്പറേഷനോ അല്ല തീരുമാനിക്കേണ്ടത് നമ്മൾ എത്രയ്ക്ക് പ്രൈസ് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ നമുക്ക് അതിനുള്ള അവകാശം ഉള്ളപ്പോൾ നമുക്ക് തെറ്റ് കാണിക്കേണ്ട കാര്യമില്ല. തർക്കത്തെ തുടർന്ന് ടീം ഉടമകളുടെയും സ്പോൺസർമാരുടെയും BCCI പ്രതിനിധികളുടെയും ഇരിപ്പിടങ്ങൾ 3,500 രൂപ നിരക്കുള്ള എ സെക്ടറിലേക്ക് മാറ്റി. അനധികൃതമായി കളി കാണാനെത്തുന്നവരെ തടയാൻ കളി തുടങ്ങി അരമണിക്കൂറിന് ശേഷം സ്റ്റേഡിയത്തിലേക്കുള്ള എല്ലാ ഗേറ്റുകളും അടച്ചിടുമെന്നും സംഘാടകർ അറിയിച്ചിട്ടുണ്ട്.